ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പോക്കോ X4 പ്രോയിൻ്റെ ഒരു അൺബോക്സിങ്ങുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് വാങ്ങിയ സ്മാർട്ട് ഫോൺ കേട്ടോ. ഇന്ത്യയിൽ നിന്നും വാങ്ങിച്ചിട്ട് നമ്മുടെ വർക്കിംഗ് പ്ലേസിലേക്ക് ഒരു ഫ്രണ്ട് ത്രൂ കൊടുത്തു വിട്ടതാണ്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ ഇതൊരു AMOLED ഡിസ്പ്ലേ ഉള്ള പോക്കോൻ്റെ ഒരു ഡിവൈസാണ്. നമുക്ക് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു യൂണീക്കായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ. നമ്മുടെ ഐഫോണിൻ്റെ ഒക്കെ തോന്നുന്ന ഒരു സ്ക്വയർ ആയിട്ടുള്ള രീതിയിലുള്ള, ബാക്കിയുള്ള ഫോണുകൾക്ക് ഒരു എഡ്ജിലൊക്കെ റൗണ്ട് ഷേപ്പല്ലേ, ഇത് സ്ക്വയർ ഡിസ്പ്ലേ ആണ്, സ്ക്വയർ എഡ്ജസ് ആണ് വരുന്നത്. പിന്നെ കാണുമ്പോൾ തന്നെ നല്ല ഫോണിൻ്റെ ബാക്ക് സൈഡിലുള്ള ക്യാമറ ബൾജിങ് ഏരിയ വളരെ യൂണീക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ അത് ജസ്റ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വലിയ മാറ്റം എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ ബൾജിങ് ഏരിയ ഉണ്ടല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ യൂണീക്കൊക്കെ ഉണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണിന്. ഫോൺ സാധാ വെയിറ്റ് തന്നെയാണ്, 211 ഗ്രാം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വെയിറ്റ് എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. പോക്കോ X2 വാങ്ങിച്ച സമയം എനിക്ക് അത്ര നല്ല വെയിറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെയിറ്റ് എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. ക്യാമറ നോക്കുകയാണെങ്കിൽ ക്യാമറ വളരെ ഇഫക്റ്റീവ് തന്നെയാണ്. സാധാരണ പോക്കോ ഡിവൈസുകൾ പോലെ തന്നെ 64 മെഗാ പിക്സൽ ക്യാമറയും 8 മെഗാ പിക്സൽ ക്യാമറയും 2 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറകളൊക്കെ സാധാരണ വലിയ വ്യത്യാസമൊന്നുമില്ല. ക്യാമറ UIയിലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ എനിക്ക് വന്നിട്ടുള്ള വേറൊരു യൂണീക്കായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാർജിങ് സ്പീഡ് ഉണ്ടല്ലോ, നമുക്ക് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ലഭിക്കുന്നത്. ഒരു 44 മിനിറ്റ് കൊണ്ട് എനിക്ക് ഫുൾ ചാർജ് ആയിട്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോഴേക്കും എനിക്കൊരു 23-24% ചാർജ് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ ചാർജ് കയറുന്നുണ്ട്. ഇപ്പോൾ പോക്കോൻ്റെ എൻ്റെ സ്മാർട്ട് ഫോണിൽ പോക്കോ X3 ഒരു 1 അവർ ഒരു 10 മിനിറ്റ്സ് എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട്. ഇത് വേഗത്തിൽ തന്നെ ചാർജ് കയറുന്നുണ്ട്. പിന്നെ 5G നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. 5G ഹാൻഡ്സെറ്റാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 5Gയുടെ ബാൻഡുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. നമുക്കെന്തായാലും ഈ ജൂണിലൊക്കെ 5G ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൊല്ലം അവസാനത്തോടുകൂടി 5G എല്ലാവർക്കും എന്താ ചാർജിങ് സ്പീഡ് നിങ്ങൾ നോക്കി നോക്ക്, നല്ല സ്പീഡിൽ കയറുന്നുണ്ട്. ടർബോ ചാർജർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നല്ല വിശേഷങ്ങളാണ് ഈ പുതിയ സ്മാർട്ട് ഫോൺ പോക്കോ S4 വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. എന്തായാലും നഷ്ടം ഫീൽ ചെയ്യില്ല. ഞാൻ അവനിപ്പോൾ ഒരു 1 വീക്കായിട്ട് എടുത്തിട്ട് അപ്പോൾ നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും കൂടി വാങ്ങിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.